എന്റെ ഒരു വിധി, ന്യൂ ഇയർ ആയിട്ട് ഈ ഭ്രാന്തന്റെ കൂടെ ഇരിക്കേണ്ടി വന്നല്ലോ. ആ ഉമേഷ് റെഡ്ഡിയുടെ കേസ് ഒരു വശത്ത്, ഇവിടെയാണെങ്കിൽ ഈ വൃത്തികെട്ടവന്റെ കേസ്. ഈ കാലഘട്ടത്തിൽ എത്രമാത്രം മോശപ്പെട്ട ആൾക്കാരാണല്ലേ. ഭാഗ്യം ഇവന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ ഭാര്യ ചെന്ന് പെടാത്തത്. അമ്പോ. വൃത്തികെട്ടൊരു ഫോണ് സ്വിച്ച് ഓഫ് ആയി, നാശം. പണ്ടൊക്കെ ഫോണിൽ കുത്തി കളിക്കുമ്പോ ഒരു രസമായിരുന്നു. കൊറോണ വന്നതോടുകൂടി ഫോൺ കാണുമ്പോ തന്നെ വെറുപ്പാ. എടോ കോൺസ്റ്റബിളെ, ആ മൊബൈലും തന്നെ എന്റെ ഭാര്യ ഞാനൊന്ന് വിഷയമിട്ട്. ചേട്ടാ, അവര് നേരത്തെ തന്നെ എന്നെ വിളിച്ച് ചേട്ടനെ വിഷയണെന്ന് പറഞ്ഞിട്ടാ വെച്ചത്. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? ആണോ? പാവം, എന്തിനാ ന്യൂ ഇയർ ആയിട്ട് വെറുതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്നത്? അതൊക്കെ വളരെ മോശം. അതുപോട്ടെ, എന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? അത് പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഫേസ്ബുക്കില് മെസ്സേജ് അയച്ചായിരുന്നു. ആ സമയത്ത് നമ്പറും എക്സ്ചേഞ്ച് ചെയ്തു. ചേട്ടൻ ഇങ്ങനെ സംശയിക്കാതെ. ചേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല അവരെനിക്ക്. സത്യം പറഞ്ഞ എന്റെ സ്വന്തം പെങ്ങളെ പോലെ തന്നെയാ. എടാ പുന്നാര മോനെ, ചോറ് തന്നെയാ ഞാനും തിന്നുന്നേ. എനിക്കിട്ടുണ്ടാക്കല്ലേ. മര്യാദക്ക് നീ നമ്പർ ഡിലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ എന്റെ ടെമ്പർ തെറ്റിപ്പോ. ഓക്കെ ബ്രോ. ഓ മാഡം സഡൻ ബ്രേക്ക് ഇട്ട സ്ഥിതിക്ക് കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ആയിരിക്കും. ഓ ഈ ഒരു കാപ്പിയും വേണ്ടും കഴിക്കാം. എടാ താനവിടെ എന്തെടുക്കുവാ? അകത്തിരിക്കുന്നതിന്റെ അമ്മായിയുടെ മറന്നുവല്ലോ. എടാ മണ്ട, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാടാ. ഇവൻ ഇനി 24 മണിക്കൂർ നേരത്തേക്ക് എണീക്കില്ലെന്ന് രേഖാ മേഡം പറഞ്ഞല്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ബഹളം വെക്കില്ലേട്ടാ വരുന്നുണ്ട് ഒരു ആത്മാർത്ഥത. സഹോദര, 5 ഷുഗർ ഉള്ളത്, 5 വിത്തൗട്ട്. നല്ല സ്ട്രോങ് കാപ്പി ഇങ്ങോട്ട് എടുത്തേ. കണ്ണെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് കിടക്കുക. ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് ഇടയില്ല. വെറുതെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടത് ഇളനീരൊന്നുമല്ല, കോഫിയാ. കോഫി ഒരു രക്ഷയില്ല, തലവേദനയ്ക്ക് ഉത്തമ ഔഷധം. വിചാരം. എന്താ നിക്കുന്നത്? അങ്ങോട്ട് കേറ്. എങ്ങനെ കേറാനാടാ ഈ മരണ വണ്ടിയില്? അവിടെ ശവം പോലെ കിടക്കുന്ന അവന്റെ ബോഡിയും നിന്റെ ഈ പ്രേതത്തെ പോലെ ഇരിക്കുന്ന മോന്തയും കണ്ടോണ്ട് അവന്റെ കൂടെ ഞാൻ നിംഹാൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ലൊക്കേഷൻ ഷിഫ്റ്റ്, അത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനെ തനിച്ചു വിട്ടിട്ട് പോവാൻ പാടുണ്ട് ചേട്ടാ. വായടച്ച് ഈ ഹെഡ് കോൺസ്റ്റബിൾ ശ്രീധരൻ മൂർത്തി പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ലെങ്കിൽ തോകൃത്യം വെടിവെച്ച് കളയും. അകത്തോട്ട് കയറാം. കളിക്കുന്നവൻ വയറൊക്കെ എന്തോ പോലെ. Hey Rohan, thank you so much. Wish you the same. Rohan, I'm slightly busy now. Okay. Can I call you later? Yeah, sure. Thank you. വിഷാദമോഹിനി വിചിത്രവാഹിനി. ശ്യാം, നിറങ്ങൾ തൂകുമീ പ്രപഞ്ച. Did you hear something? No, there is something fishy. Stop the car. Huh? Oh shit! Santosh! Santosh! Santosh, അവൻ escape ആയി. രംഗസ്വാമി, നമ്മുടെ PC അവൻ escape ആയി. Let's find him. Search! Search the dark highway. വഴിയിലൂടെ ഒന്ന് പോയി നോക്ക്.
ഇഡിയറ്റ്. ഏയ്, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഹായ് രേഖ. ഏയ് രാജ്, നീയായിരുന്നോ? ഞാൻ തന്നെ. ടുഡേ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഗസ് വാട്ട്? എനിക്ക് ഡിവോഴ്സ് കിട്ടി. ഓ ഗോഡ്. ഞാനത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നൗ അഞ്ജലി ഈസ് മൈൻ ഫോർ എവർ. നാണോ ആവില്ലേ? നിന്റെ നല്ലൊരു ഭാര്യയെ വിട്ട് നീ എന്തിനാ അഞ്ജലിയുടെ പുറകെ പോകുന്നേ? ഭാര്യയെ മരണം വരെ നിന്റെ കൂടെ ഉണ്ടാവൂ. എനിവേ, നീ എന്തായാലും സന്തോഷമായിട്ടിരിക്കെ. ഐ ഹാവ് ടു ഗോ. വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണേ. ഓ ആയിക്കോട്ടെ. ഓക്കെ, ബൈ. ടേക്ക് ടേക്ക് കെയർ. കെയർ രേഖ. ബൈ. സീ യു. സൂക്ഷിച്ചു പോ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ചെല്. ഓ, ഏയ്, മരുന്ന് കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഒരേ ഒരു ഹഗ്. ഫ്രഷ് ആയിട്ട് വന്നതിനെ തൊട്ടാ മതി. പ്രൊഡ്യൂസർ രാജശേഖരൻ. ഹേയ് രേഖ, ഐ റീച്ച്ഡ് ഹോം സേഫ്ലി. ആ, ഞാൻ രോഹന, രേഖയുടെ ഹസ്ബൻഡ്. ഓ ഓ സോറി സർ. ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നുവെന്ന് രേഖയോടൊന്ന് പറഞ്ഞേക്കൂ സർ. ബൈ. ആ, ആരാ വിളിച്ചേ? ഏതോ ഫിലിം പ്രൊഡ്യൂസർ രാജശേഖരനെ വിളിച്ചേ. സേഫ് ആയിട്ട് വീട്ടിലെത്തിയെന്ന് നിന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാൻ പറഞ്ഞു. ഓ. അല്ല രേഖ, ആരാ ഈ രാജശേഖരൻ? അയാളെന്റെ പഴയൊരു ഫ്രണ്ടാ. അയാള് വൈഫിനെ ഡൈവേഴ്സ് ചെയ്ത് ആക്ട്രസ് അഞ്ജലിയായിട്ട് അഫെയറിലാ. അവളെയും വെച്ചൊരു ഹെവി ബഡ്ജറ്റ് പടം ചെയ്യാനാ പ്ലാൻ. നാട്ടിലെല്ലാവർക്കും ഇത് അറിയാം. മൊത്തം പത്രങ്ങളിൽ ഇപ്പൊ ഇതാണല്ലോ ചൂടുള്ള വാർത്ത. അടുപ്പത്ത് മുട്ട വെച്ച് വേവിച്ചിട്ട് 1/2 മണിക്കൂറായിട്ടും അത് വെന്തില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്ലാസ്റ്റിക് മുട്ട തന്നെയായിരിക്കും. അയ്യോ, ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ. എന്റെ പൊന്നെ, എന്ന് കേട്ടാൽ വീണു പോകും സുന്ദരൻ. എനിക്ക് വയ്യ. റോഹൻ, ആർ യു ഓൾറൈറ്റ്? എനിക്ക് തല വേദനിക്കുന്നു വല്ലാതെ. എന്താ എന്താന്നറിയില്ല, പറ്റി? എനിക്ക് ഭയങ്കരമായിട്ട് തല. ഞാൻ നോക്കട്ടെ. നത്തിങ് റോങ്. ഇറ്റ്സ് ജസ്റ്റ് എ മൈഗ്രെയിൻ. ഒരു ഇഞ്ചക്ഷൻ എടുത്താ എല്ലാം ശരിയാവും. മോനേട്ടാ, അയ്യോ, സ്റ്റൗ കത്തിക്കാൻ മറന്നു പോയതാണെന്ന് ഞാൻ ഇപ്പോഴാ കണ്ടത്. മോനേട്ടാ, അയ്യോ, ദേ വന്നേ. എന്തു പറ്റി മാഡം? ദേ നോക്ക്. സ്ട്രെയിറ്റ് പോയി സെക്കൻഡ് റൈറ്റ് എടുത്ത് തേർഡ് ലെഫ്റ്റ് എടുത്താ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ പറ്റും. അവിടെ പോയി സൊമാട്രിപ്റ്റോൺ ഇഞ്ചക്ഷൻ മേടിച്ചോണ്ട് വാ. അയ്യോ മാഡം, ടോപ്പിക്കാനാ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, പിന്നെന്തിനാ ഞാനത് വാങ്ങാൻ പോകുന്നേ? അയ്യോ, ഇയാളോട് ഏത് കാലത്താ പറയാൻ തോന്നി? ഞാൻ തന്നെ പോയി വാങ്ങിട്ട് വരാം. 5 മിനിറ്റ്. എന്റെ വിധി എന്നല്ലാണ്ട് എന്ത് പറയാനാ? പ്ലീസ് റിലാക്സ്. ഞാൻ വേഗം വരാം. റെസ്റ്റ് എടുക്ക. റിമോട്ട് എവിടെ വെച്ച് കാണുന്നില്ലല്ലോ. ഈ സമയത്ത് ഇതാരാ വന്ന് ബെല്ലടിക്കുന്നത്? അഞ്ജലി എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കും.